എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വൈകാരികമായ ഇടത്തിൻ്റെ പേരാണ് കൊട്ടാരക്കര. അതിൻ്റെ കാരണം കൊട്ടാരക്കര LIC ഓഫീസാണ്. എൻ്റെ അച്ഛൻ LIC ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അമ്മ ആ ജോലിയിലേക്ക് എത്തുമ്പോൾ മുതൽ കൊട്ടാരക്കര LIC ഓഫീസുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ഇപ്പോൾ ഉള്ള ആളുകളെ ഉള്ളൂ അറിയാത്തത്. ചാണ്ടിയങ്കലിനെ ആയാലും നിർമ്മലേൻ്റെ ആയാലും ഉദയഭാനുങ്കലിനെ ആയാലും അങ്ങനെ എത്ര പേരെ ചെറുപ്പം തൊട്ട് കണ്ട് വളർന്നിട്ടുണ്ട്. ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് കൊട്ടാരക്കര LIC ഓഫീസാണ്. സ്കൂളിൽ ക്ലാസ് ഇല്ലാത്ത എല്ലാ ശനിയാഴ്ചകളിലും കൊട്ടാരക്കര LIC ഓഫീസിൽ വരിക. കമ്പ്യൂട്ടറൊക്കെ കാണുമ്പോൾ ഒന്നൊരു കൗതുകം ഉണ്ടല്ലോ, കമ്പ്യൂട്ടറുമായി കളിക്കുക. അന്ന് ഈ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ സജീവമായിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ കളിക്കുക. ഈ എഴുതി തെറ്റുന്ന പേപ്പറുകളിൽ ഒരുപാട് എഴുതി പഠിച്ചിട്ടുണ്ട്. ആദ്യമായി വായിക്കാൻ ശീലിക്കുന്നതിൻ്റെ കാരണവും കൊട്ടാരക്കര LIC. അന്ന് ഈ സ്റ്റാഫുകൾക്ക് ബുക്ക് ഇൻസ്റ്റാൾമെൻ്റ് വ്യവസ്ഥയിൽ കൊടുക്കുന്ന ആളുകൾ വരും. അപ്പോഴൊക്കെ അമ്മ ഇങ്ങനെ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് വരും. ആ പുസ്തകം വായിച്ചിട്ടാണ് വായിക്കുന്ന ശീലം തുടങ്ങുന്നത്. ഒരു വലിയ പുസ്തക വായനക്കാരനൊന്നുമല്ല എങ്കിലും ലഭ്യമായ അറിവെല്ലാം അന്ന് LICയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന പുസ്തകത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി ഓർത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ ഓർമ്മകളുടെയും അറ്റത്ത് LIC എന്ന സ്ഥാപനമുണ്ട്. LICക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം ഉണ്ടാകുമ്പം നമ്മുടെ എന്തോ ഒരു കുടുംബത്തിലെ സ്ഥാപനത്തിൻ്റെ നേട്ടം ഉണ്ടാകുന്ന സന്തോഷം എല്ലാ കാലഘട്ടത്തിലും അനുഭവപ്പെടാറുണ്ട്. ഇപ്പം ഇവിടോട്ട് വരുമ്പോൾ ഈ ഖാദിക്കട കണ്ടു കഴിഞ്ഞപ്പം അവിടെ ഇതുപോലെ ഈ ജീവനക്കാർക്ക് ഒരു വർഷം കഴിയുമ്പോൾ പൈസ കൊടുത്താൽ മതി. അങ്ങനെ ഇവിടുന്ന് കുറേ മുണ്ട് ഷർട്ടും കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓർമ്മകളിലെല്ലാം അത് വ്യക്തി ജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും LIC, അതും പ്രത്യേകിച്ച് കൊട്ടാരക്കര LIC എന്നത് വളരെ വൈകാരികതയുടെ ഭാഗമാണ്. പിന്നെ കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞ് വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ക്യാഷിലെ ജോലിയാകുമ്പോൾ 17 എന്ന് പറഞ്ഞത് തെറ്റാണ്, 27 വർഷം ഇവിടെ ജോലി ചെയ്തു. അപ്പോൾ ക്യാഷിലെ ജോലിയാകുമ്പം മാർച്ചൊക്കെ ആകുമ്പോൾ വളരെ രാത്രിയായിട്ടേ ക്ലോസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ലാഭകരമായൊരു കാര്യമായിരുന്നു. അന്ന് ഈ സ്വന്തമായി വരുമാനമൊന്നുമില്ല, വണ്ടി കൊണ്ട് താനും. ഇതിൽ പെട്രോൾ അടിക്കാൻ എന്ത് മാർഗം എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് അമ്മ എത്താൻ വൈകും, അതുകൊണ്ട് വിളിക്കാൻ വരണമെന്ന് പറയുന്നത്. അത് ലാഭകരമായൊരു കാര്യമായിരുന്നു. അത് ലാഭകരമായൊരു കാര്യമായിരുന്നു. കാരണം എന്തായാലും അമ്മ പെട്രോൾ അടിച്ച് തരുമ്പം ഈ ഓട്ടോക്കാർ കൊടുക്കുന്നതിൻ്റെ തൊട്ട് ഓട്ടോ കാശല്ലോ തരുന്നത്. അന്ന് 100-200 രൂപയ്ക്കൊക്കെ അടിച്ചു തരും. അതൊരു 3-4 ദിവസം ഓടിക്കാൻ കാണും. പിന്നെയും പ്രാർത്ഥിക്കും ഇന്നും വൈകണേ. അപ്പോൾ അന്നേരം പിന്നെയും വൈകുമ്പോൾ ഇവിടെ വന്ന് കാത്തു നിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്തൊരു വരുമാനം കൂടിയായിരുന്നു. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ആ കാലം തൊട്ടുള്ള ഏജൻസായിട്ടുള്ള ആളുകളെയൊക്കെ അറിയാം. കാരണം അവരുടെയൊക്കെ വിരലിൽ തൂങ്ങിയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പം പുതിയ ഓഫീസിൽ എന്തൊക്കെ മാറ്റം വന്നു എന്ന് എനിക്കറിയില്ല. ആ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ എനിക്കറിയാത്തൊരു മുക്കും മൂലയും കൊട്ടാരക്കര LIC ഓഫീസിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരല്പം പോലും അതിശയോക്തി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അങ്ങനൊരു ഒന്നിപ്പം പാലക്കാടാണ് കോൺസ്റ്റിറ്റ്യുവൻസി, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാണ്. ഈ 2 ഉത്തരവാദിത്തങ്ങൾ MLA ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ ഈ നന്ദി പര്യടനമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിഷ്യൽ ദിവസങ്ങളായതുകൊണ്ട് മന്ത്രിമാരെയൊക്കെ കാണേണ്ടുന്ന ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് പിന്നീടാക്കാം
ഈ പരിപാടി എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു നിവൃത്തിയും തന്നില്ല. അങ്ങനെയാണ്. പിന്നെ അമ്മ പറയുമ്പോൾ നമുക്കതിന് മുകളിൽ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് എന്നോട് കൊട്ടാരക്കൽ ബ്ലോക്ക് പരിഭവം പറയുകയും ചെയ്തു. അവരുടെ ഡേറ്റ് ചോദിച്ചിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് ബ്ലോക്ക് പ്രസിഡന്റിനോട് കൂടി പറയാം. അതിങ്ങനെ കുടുംബത്തിൻ്റെ, മറ്റേത് കുടുംബം അല്ലെന്നല്ല, അതെ, അങ്ങനെ കുടുംബത്തിൻ്റെ കൂടി നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശരീരവുമെല്ലാം LICയുടെ കൂടി ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്നീ പരിപാടിയിൽ അടിയന്തരമായി പങ്കെടുക്കുന്നത്. കുറച്ച് സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് 12 മണിക്ക് കോട്ടയത്തെത്തണം. അതിന് മുന്നേ മണ്ണടി ക്ഷേത്രത്തിലൊരു പരിപാടിയുണ്ട്, അതിലും കയറിയിട്ട് വേണം എനിക്ക് എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വിശദമായി പിന്നീട് നമുക്ക് കാണാം. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നമസ്കാരം. രാഹുലിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജർ അദ്ദേഹം ഒരു വാക്ക് സംസാരിക്കും. എന്നിട്ട് ഈ വന്നവർക്ക് ഒരു നന്ദി പറയാൻ സെക്രട്ടറി സിറാജുദ്ദീൻ്റെ കഴിയുമ്പോൾ നമ്മുടെ ചടങ്ങ് അവസാനിക്കുകയാണ്. ബാക്കിയെല്ലാം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പിരിയാം. നമ്മുടെ സാറിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു. ബഹുമാന്യ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യാതിഥി പാലക്കാട് MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ മാതാവ് LIC കുടുംബാംഗമായ ബീന മാഡം, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏജന്റ് സുഹൃത്തുക്കളെ, രാഹുലിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു മുഖമാണ് ഇന്ന് കണ്ടത്. അദ്ദേഹം എന്നും നമ്മൾ കണ്ടിട്ടുള്ളത് തീപ്പൊരി നേതാവായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളിലും ഇലക്ഷൻ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്നത്തെ ആ ഒരു മുഖമേ അല്ല. എന്നും വളരെ മൂർച്ചയേറിയ ചോദ്യങ്ങളും വായടപ്പിക്കുന്ന മറുപടികളും മൂർച്ചയേറിയ വാദങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം എന്നും നിറഞ്ഞു നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു തുടക്കം മാത്രമാണിന്ന്. അദ്ദേഹത്തിന് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. വളരെ സമർത്ഥനായ ഒരു നേതാവാണ്. തീർച്ചയായും നമുക്ക് ഭാവിയിൽ ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് തീർച്ചയായും കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരെന്നുള്ള രീതിയിൽ അങ്ങനെ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ കടന്നു വരുന്നത് നമുക്ക് തീർച്ചയായും വളരെ സന്തോഷകരമാണ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവ് ബീന മാഡമാണ്. ഇത്രയും നാൾ അദ്ദേഹം നമ്മളെ സംബന്ധിച്ച് ബീന മാഡത്തിൻ്റെ മകനായിരുന്നു. അപ്പം മാഡത്തിന് ഇനി മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ എന്നുള്ള ഒരു പേരിൽ അറിയും. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം, അല്ലേ? മക്കളുടെ പേരിൽ അറിയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് അത് ഉള്ളത്. അപ്പം മാഡത്തിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും, മുന്നോട്ട് ഉള്ള യാത്രയിൽ ഒരുപാട് ഉയരങ്ങൾ ഇനിയും കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. വളരെ തിരക്കുള്ള സമയമാണെന്ന് എനിക്കറിയാം. പക്ഷെ ബ്രാഞ്ചിലേക്ക് ക്ഷണിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സന്ദർശിച്ചിട്ട് പോകാം. ചടങ്ങ് തീരുന്നില്ല. നന്ദി പ്രകാശിപ്പിക്കാനായി സിറാജിനെ ക്ഷണിക്കുകയാണ്. വന്നിട്ട് ബീനാമ 2 വാക്ക് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോർണിംഗ് പോയിട്ട് ബീനാമ തുടരും. ബ്രാഞ്ചിൽ പോയിട്ട് ബീനാമ വരും. സിറാജിനെ നന്ദി പ്രകാശിപ്പിക്കാനായി ക്ഷണിക്കും. അടുത്തതായിട്ട് രവി പുത്തൂർ. പെട്ടെന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. സജി യോഗൻ വന്നിട്ടുണ്ടോ? വളരെ മനോഹരമായ കാഴ്ചകളാണ്. ജോർജ് കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലും അമ്മയും പെട്ടെന്ന് നടക്കണേ. സ്വീകരണം ഏറ്റുവാങ്ങിയാണ്. ശ്രീ ജോർജ് കുട്ടി കോൺഗ്രസിന്റെ നേതാവാണ്. ഇവിടുത്തെ ജീവനക്കാരെ ജോലിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ. ഡെവലപ്മെന്റ് ഓഫീസറുടെ ജോലിന് വേണ്ടി ശ്രീ റോയി കുഞ്ഞപ്പി. ശേഷം ഇപ്പോൾ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലും അമ്മയെ കൊട്ടാരക്കര LIC ഓഫീസിൽ ജീവനക്കാർ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ. ശ്രീ കരുണാകരൻ പിള്ളை. ഈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരെല്ലാം ഫ്രണ്ടോട്ട് വരണേ. കൊട്ടാരക്കര ബ്രാഞ്ച് ഓഫീസിന് വേണ്ടി നമ്മുടെ ആദരണീയനായ ബ്രാഞ്ച് മാനേജർ ജോൺ സാറിനെ ക്ഷണിക്കുകയാണ്. ഷാജഹാൻ PA. അച്ഛൻ കുഞ്ഞ് അടുത്ത്. അച്ഛൻ അല്ല, ഷാജഹാൻ ഇട്ടോ. ഫോട്ടോ എടുത്തിട്ടേ. ബ്രാഞ്ച് മാനേജർ, കൊട്ടാരക്കര ബ്രാഞ്ചിന്റെ മാനേജർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും ചേച്ചിയെയും ഓണർ ചെയ്യുന്നു. വളരെ മനോഹരമായ ചിരിയുമായി രാഹുൽ മാങ്കൂട്ടത്തിലും അമ്മയും മുൻപ് കഴിഞ്ഞ വർഷം ജീവനക്കാർക്ക് മുന്നിൽ എന്ന ജീവനക്കാർക്ക് മുന്നിലാണ് ഇപ്പോൾ സ്വീകരണം ഏറ്റുവാങ്ങാനായി എത്തിയിരിക്കുന്നത്.
ലീലാകൃഷ്ണൻ നമ്മുടെ പവിത്രേശ്വരം ലീലാകൃഷ്ണൻ നടൻ സിനിമ കൂടിയാണ്. സീരിയൽ താരമായ പവിത്രേശ്വരം ശ്രീ ലീലാകൃഷ്ണനാണ്. KPC ലീലാകൃഷ്ണൻ. KK കുര്യൻ നിന്നാ മതി, വിളിക്കുന്ന അനുസരിച്ച്. രവീന്ദ്രൻ നായർ പി ഇട്ടല്ലോ. ദേശീയ തലത്തിൽ പോലും ശ്രദ്ധയാകർഷിച്ച പാലക്കാട്ടെ പോരാട്ടത്തിലൂടെ MLA ആയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണിപ്പോൾ കൊട്ടാരക്കര LIC ഓഫീസിൽ എത്തിച്ചിരിക്കുന്നത്. ഇത് LIC ഏജൻസ് അസോസിയേഷൻ്റെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ 16 വർഷത്തോളം കൊട്ടാരക്കര LIC ഓഫീസിലെ ജീവനക്കാരിയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് റിട്ടയർ ആയത്. CL ഉണ്ണിത്താൻ ഉണ്ടല്ലോ അല്ലേ? പ്രദീപ് സർ സുശീല മാം ഇല്ലെങ്കിൽ കഴിഞ്ഞെങ്കിൽ ഞാൻ പേര് കൊടുക്കണ്ടേ? സജി പ്ലാപ്പള്ളി, അജയകുമാർ, റിട്ടയേർഡ് ഉദ്യോഗസ്ഥർ, അതായത് ബീനാമ്മയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന റിട്ടയേർഡ് ആയിട്ടുള്ള സഹപ്രവർത്തകരായിരുന്നിട്ടുള്ള ആളുകൾ, റെപ്രസെന്റേറ്റീവ് ചാണ്ടി സാർ, മെമ്പർ മാഡം, ഫോട്ടോ എടുത്തില്ല, ബീനാമ്മയുടെ ഒപ്പം വർക്ക് ചെയ്തവരാണ്. ഉദയഭാനു സാർ, അജയകുമാർ, പ്രദീപ് സർ കിട്ടോ? പ്രദീപ് സർ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി ചാണ്ടി സാർ, ഉദയഭാനു സാർ ആൻഡ് നിർമ്മല മാഡം. അടുത്തതായി ഷാൾ ഇടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മുന്നോട്ട് വരണം. അടുത്തതായി ഷാൾ ഇടുന്നതിന് വേണ്ടി റഷീദ ബീവി, അടുത്തതായി നെടുവത്തൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ ആനകൊടൂരിനെ പ്രതിനിധീകരിച്ച് എത്തിയതാണ്. ഏജന്റ് ശോഭന, നമ്മുടെ MLAക്ക് പോകേണ്ട സമയമാണ്. ഏജന്റ് KT തോമസ്. പരിപാടി എത്രയും പെട്ടെന്ന് ചുരുക്കണം. ഹലോ, പ്രദീപ് കുമാറോട് കഴിഞ്ഞിട്ട് തൽക്കാലം, കാരണം ഇനിയിപ്പോ സമയമില്ലാത്തതുകൊണ്ട് MLAയുടെ ഒരു മറുപടി കേൾക്കണ്ടേ നമുക്ക്? ഒരു ചെറിയ പെട്ടെന്ന് ഇടുക, അദ്ദേഹത്തിന് പോകണം, അതുകൊണ്ടാണ്. പെട്ടെന്ന് ഇനി ഇടാനുള്ളവരെല്ലാം പെട്ടെന്ന് ഇടുക, പേര് വിളിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ മറുപടി നമുക്ക് കേൾക്കണം. ഫോട്ടോ എടുക്കട്ടെ. ശ്രീ രാഹുൽ മാങ്കൂട്ടം, അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. പെട്ടെന്ന് ചെല്ലേണ്ടതായിട്ട് 1 മണിക്കൂറിനകം കോട്ടയത്ത് എത്തണം. അദ്ദേഹത്തിന് മറുപടിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. ചേട്ടാ ഫ്രണ്ടിൽ നിന്ന് മാറണേ. ദയവായി